കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായ അമിതാഭ് കാന്ത് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായേക്കും. നീതി ആയോഗ് മുൻ CEO ആയിരുന്നു അമിതാഭ് കാന്ത്. മുൻ UIDAI മേധാവി രാജേഷ് ഭൂഷണും പരിഗണനയിൽ. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് യോഗം ചേരും. ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ദിലീപ്, എന്തൊക്കെയാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, മുൻ കേരള കേഡർ IAS ഉദ്യോഗസ്ഥനും നിതി ആയോഗിൻ്റെ മുൻ CEOയുമായിരുന്ന അമിതാഭ് കാന്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയേക്കും എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിലായിരിക്കും. ഇതിൽ പ്രധാനമന്ത്രിക്ക് പുറമെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന കേന്ദ്രമന്ത്രി കൂടി പങ്കെടുക്കും. ഇതിൽ പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കേണ്ടിയിരുന്നത് ആധിർ രഞ്ജൻ ചൗധരിയാണ്. അദ്ദേഹം പക്ഷേ ഈ യോഗത്തിനെത്തില്ല എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമിതി എടുക്കുന്ന തീരുമാനം വളരെ നിർണായകമായിരിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ മാത്രമാണ് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രാജീവ് ഗോയൽ ഈയിടെയാണ് രാജിവെച്ചത്. ഇതേ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ 2 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൂടി നിയമിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇന്നിപ്പോൾ ഈ യോഗത്തിൻ്റെ മുന്നിൽ 3 പേരുകളാണ് പരിഗണനയിലുള്ളതെന്നാണ് അറിയുന്നത്. അമിതാഭ് കാന്തിന് പുറമെ മുൻ റവന്യൂ സെക്രട്ടറി തരുൺ ബജാജിൻ്റെ പേരാണ് പരിഗണിക്കുന്ന മറ്റൊരു പേര്. മൂന്നാമത്തെ പേര് UIDAIയുടെ അതായത് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് അതോറിറ്റിയുടെ മേധാവിയായിട്ടുള്ള അജയ് ഭൂഷണിൻ്റെ പേരാണ്. ഈ 3 പേരുകളാണ് ഇപ്പോൾ സമിതിയുടെ മുന്നിലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. കേരള കേഡർ IAS ഉദ്യോഗസ്ഥനായിരുന്ന അമിതാഭ് കാന്ത്, അദ്ദേഹം കേരള ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയ ആളാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന ആ ക്യാമ്പയിന് പിന്നിലുണ്ടായിരുന്ന അതിൻ്റെ ആശയം രൂപീകരണത്തിലടക്കം അമിതാഭ് കാന്തിന് പങ്കുണ്ടായിരുന്നു. കോഴിക്കോട് കളക്ടറായിരിക്കെ അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സ്യബന്ധന മേഖലയിൽ വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്യുകയും അടുത്ത കാലത്തും അദ്ദേഹം അതായത് ജീവിതത്തിൽ എങ്ങനെ പ്രതിസന്ധികളെ അതിജീവിക്കാം എന്ന് തന്നെ പഠിപ്പിച്ചത് കോഴിക്കോട്ടെ മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ ഈ കടലിലേക്കുള്ള വെല്ലുവിളികൾ നിറഞ്ഞ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്തലാണ് തനിക്ക് എക്കാലത്തും മാതൃകയെന്ന് ഈയിടെയാണ് അമിതാഭ് കാന്ത് പറഞ്ഞത്. കേന്ദ്രത്തിലും അദ്ദേഹം കേന്ദ്ര ടൂറിസം സെക്രട്ടറി ആയപ്പോഴാണ് ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ആ മുദ്രാവാക്യം വരുന്നത്. അതുപോലെ നിതി ആയോഗിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചപ്പോഴാണ് മേക്ക് ഇൻ ഇന്ത്യ അടക്കമുള്ള അതുപോലെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അടക്കമുള്ള ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നത്. ഏതായാലും അമിതാഭ് കാന്തിൻ്റെ ഉൾപ്പെടെ 3 പേരുകൾ ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തേക്ക് പരിഗണിക്കുകയാണ്. വേണു, ദിലീപ് കുമാറാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.